ആൺകുട്ടികളുടെ പ്രായം വർദ്ധിക്കും തോറും അവരുടെ ഉള്ളിലെ മാസ്കുലിനിറ്റിയും വർദ്ധിക്കാറുണ്ട്. എന്നാൽ എല്ലാവരിലും ഇത് ഒരുപോലെ ഉണ്ടാകാറില്ല. വളരെ ചെറിയ ശതമാനം പുരുഷന്മാർക്ക് മാത്രമാണ് എക്സ്ട്രീം മാസ്കുലിൻ ക്യാരക്ടർ ഉണ്ടാകുന്നത്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ പല മാർഗങ്ങളിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ മാസ്കുലിനിറ്റി ഇംപ്രവൈസ് ചെയ്യിക്കുന്ന തരം തൊഴിൽ മേഖലകളിൽ നിന്നും പലരും മാറുന്നുണ്ട്. അതിശക്തമായ കായികശേഷി ആവശ്യമായി വരുന്ന മേഖലകളിൽ നിന്നും പുരുഷന്മാർ ഇന്നത്തെ കാലത്ത് മാറി നിൽക്കുന്നത് സഹജമായിട്ടുണ്ട്. ഒരു റിയൽ മെയിൽ തന്റെ ബൗണ്ടറീസിനെ പറ്റി കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കും. സ്ട്രോങ് ബോഡി, ഡീപ്പ് വോയിസ്, ഡോമിനന്റ് പേഴ്സണാലിറ്റി, ഷാർപ്പ് മൈൻഡ് തുടങ്ങിയവയ്ക്ക് ഒരു മെയിലിനെ യഥാർത്ഥ മേനാക്കി മാറ്റുന്നു എന്ന കാര്യവും അവർക്കറിയാമായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾക്ക് ആളുകൾ വാല്യൂ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരോട് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോകാറില്ല. ഇന്ന് നിങ്ങൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നതെങ്കിലും ഇനി പറയാൻ പോകുന്ന 7 പവർഫുൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും സ്ട്രോങ്, ഡോമിനേറ്റിംഗ് ആൻഡ് പവർഫുൾ മാൻ ആകാൻ സാധിക്കും. നിങ്ങളൊരു പുരുഷനാണോ എങ്കിൽ നിങ്ങളുടെ ഏജ് കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1, ബിൽഡ് അൺബ്രേക്കബിൾ സെൽഫ് ഡിസിപ്ലിൻ. മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. താടിയും മീശയും ഉണ്ടായെന്ന് കരുതി അത് നിങ്ങളിലും ഉണ്ടാകുമെന്ന് കരുതരുത്. വാസ്തവത്തിൽ ഇത് നേടിയെടുത്തിട്ടുള്ളവർ അത്യധികം കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും. ഇത്തരത്തിലുള്ളവരെ നിങ്ങൾക്ക് 2 സ്ഥലങ്ങളിലാണ് കാണുവാൻ സാധിക്കുക. ഒന്ന്, ഏതെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ ലൈബ്രറിയിൽ ഒരു വലിയ ലക്ഷ്യത്തിനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ. ജീവിതത്തിൽ ഒന്നുമാകാൻ സാധിക്കുന്നില്ല എന്ന് കരുതുന്നവർക്ക് സെൽഫ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഒരു പവർഫുൾ ആൽഫ മെയിലാകുവാൻ സാധിക്കുന്നതാണ്. ഒരു ദുർബലനായ യുവാവ് എക്സ്ക്യൂസസ് ഉണ്ടാക്കുമ്പോൾ ശക്തിശാലിയായ പുരുഷൻ ഏത് സാഹചര്യത്തെയും വെല്ലുന്നതിനായി പരിശ്രമിക്കുന്നു. നമ്പർ 2, മാസ്റ്റർ യുവർ ബോഡി, ട്രെയിൻ ലൈക്ക് എ വാരിയർ. നിങ്ങളുടെ ശരീരം ഷേപ്പ് ഇല്ലാത്തതാണെങ്കിൽ അത് നിങ്ങളൊരു മടിയനാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നു. ഇതാണ് കയ്പ് നിറഞ്ഞ സത്യം. ദുർബലമായ ശരീരം ദുർബലമായ മനസ്സിനെ സൃഷ്ടിക്കുന്നു എന്നത് പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ട്രെയിൻ ചെയ്യുക. ആരോഗ്യകരമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും ചെയ്യുക. ബ്രഹ്മചര്യം അനുഷ്ഠിക്കാതെ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അത് നിങ്ങളുടെ ശരീരത്തിൽ പ്രതിഫലിക്കില്ല. 21 ദിവസം വരെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ 22ാം ദിവസം മുതൽ അതിൻ്റെ തിളക്കം നിങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം ശക്തിയും അനുഭവപ്പെടുന്നതാണ്. നമ്പർ 3, ബിൽഡ് എ ചരിസ്മാറ്റിക് ഓറ. നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് കഠിനമായ ഒരു ശരീരം ഉണ്ടാക്കിയാൽ പോലും നിങ്ങളുടെ രൂപഭാവങ്ങൾ ഒരു കുട്ടിയുടേതുപോലെയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്തിനനുസരിച്ചുള്ള മൂല്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും വെൽ അപ്പിയറൻസ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എത്രത്തോളം നല്ലതാണോ അത്രത്തോളം നിങ്ങളുടെ ഓറ മികച്ചതാകുന്നു. ഈ ഒരു ഗുണം എല്ലാ ഡോമിനേറ്റിംഗ് മെയിൽസിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇതിനായി ബ്രാൻഡഡ് വസ്ത്രങ്ങൾ തന്നെ ധരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പകരം ഉപയോഗിക്കുന്ന വസ്ത്രം നല്ല രീതിയിൽ വൃത്തിയാക്കി അപ്പിയറൻസ് മികച്ചതാക്കുക. നമ്പർ 4, ബിൽഡ് എ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയും നിങ്ങളുടെ ശബ്ദത്തിന് ആഴവുമില്ലെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ദുർബലമായി തന്നെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ ആശയവിനിമയം മികച്ചതല്ലെങ്കിൽ ഒരിക്കലും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആശയവിനിമയം മികച്ചതാക്കുക. പുസ്തക വായനയിലൂടെയും മറ്റുള്ളവരുമായി കൂടുതൽ ഇടപെടുന്നതിലൂടെയും നിങ്ങൾക്കിത് മികച്ചതാക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തം ചിന്തകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതൊരു കലയാണ്. അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം. നമ്പർ 5, ബിൽഡ് എ സ്ട്രോങ് ബോഡി ലാംഗ്വേജ്. നിങ്ങളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ആളുകൾ എന്താണ് ശ്രദ്ധിക്കുക? നിങ്ങളൊരു വാക്ക് പോലും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവർ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അനലൈസ് ചെയ്യും. അതായത് നിങ്ങൾ എങ്ങനെ നടക്കുന്നു, ഇരിക്കുന്നു, പെരുമാറുന്നു തുടങ്ങിയവയൊക്കെ. ഒരു പവർഫുൾ മാൻ എപ്പോഴും രാജാവിനെ പോലെ ശാന്തമായി നെഞ്ചുവിരിച്ച് ആത്മവിശ്വാസത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അവർക്കങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വ്യക്തമായ അറിവുണ്ടാകും. ആരുടെ മുന്നിലും പേടിയൊന്നുമില്ലാതെ പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ സ്വന്തം ബോഡി ലാംഗ്വേജ് നന്നായി ഉപയോഗിക്കാൻ അറിയാത്തവർ മറ്റുള്ളവരുടെ ഷൈയും നെർവസുമായി കാണപ്പെടുന്നു. നിങ്ങൾ ഇത്തരം തെറ്റ് ഒരിക്കലും ചെയ്യരുത്. വൈഡ് ഷോൾഡേഴ്സ് ഒരു അട്രാക്റ്റീവ് മെയിൽ ഫീച്ചറാണ്. അതുകൊണ്ട് നടക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഷോൾഡേഴ്സ് സ്വിങ് ചെയ്ത് നടക്കാൻ ശ്രദ്ധിക്കുക. തല ഉയർത്തി നെഞ്ചു വിരിച്ച് ആത്മവിശ്വാസത്തോടു കൂടി നടക്കുക. നിവർന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങൾ തോളുകൾക്ക് സമമായി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചുറ്റിലും മാസ്കുലിൻ ആൻഡ് ഡോമിനന്റ് ഓറ ക്രിയേറ്റ് ആകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ബഹുമാനം ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തിയല്ല, പകരം അർഹിക്കുന്ന വ്യക്തിയാണ് എന്ന ചിത്രം നൽകുന്നതാണ്. നമ്പർ 6, ബിൽഡ് എ ചരിസ്മാറ്റിക് ഡീപ് വോയിസ്.
ആശയവിനിമയത്തിലുള്ള വേറൊരു മാർഗം മാത്രമല്ല നിങ്ങളുടെ ശബ്ദം, പകരം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വലിയ ഒരു ആയുധമാണ്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, കോൺഫിഡൻസ്, ഡോമിനൻസിനെ ഒക്കെ പ്രതിനിധീകരിക്കുന്നതാണ് നിങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം വളരെയധികം വ്യക്തവും ശബ്ദവുമാണെന്ന് ഉറപ്പുവരുത്തുക. വളരെയധികം റിലാക്സ്ഡ്, ഡീപ്പ് ആൻഡ് കോൺഫിഡൻ്റ് ആയിരിക്കണം നിങ്ങളുടെ ശബ്ദം. ഇത് ഉറപ്പുവരുത്തുന്നതിലൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. ശക്തമായ ശബ്ദത്തിൽ സംസാരിക്കുന്നത് നിങ്ങളെ നാച്ചുറലി സ്ട്രോങ് ആൻഡ് കമാൻഡിങ് ആക്കുന്നു. എന്നാൽ ചില പക്വതയില്ലാത്ത പയ്യന്മാർ ഈ ഒരു കാര്യത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ ഉച്ചത്തിലും വേഗത്തിലും പറയുന്നതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഗാംഭീര്യമുള്ളതാകണമെന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വില നൽകില്ല. നമ്പർ 7, ഫേസ് യുവർ ഫിയർ ആൻഡ് ബിക്കം ദ സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളോട് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഡേറ്റിനായി അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ഏൽപ്പിച്ച് അത് വിറ്റ് കാണിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമോ? മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളിലും 10 തവണ റിജക്റ്റ് ആയതിനു ശേഷം 11ാമത് ഒരിക്കൽ കൂടി ശ്രമിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? ഈ പറഞ്ഞ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ പറഞ്ഞ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ പവർഫുൾ മാൻ ഓറ ഹോൾഡ് ചെയ്യുന്നവരാണ്. ഇനി നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പുരുഷന്മാരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. എന്നാൽ ഇത്രത്തോളം ഭയമുണ്ടെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നതാണ് ഇവിടെ പ്രസക്തം. ഇത് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങളൊരു റിയൽ പവർഫുൾ ഡോമിനേറ്റിംഗ് മെയിലാക്കി മാറ്റുന്നു. നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് ജീവിതത്തിൽ പവർഫുൾ മാസ്കുലിൻ ഓറ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.